ഹായ് എവരി വൺ, ആപ്പിൾ ബി അക്കാഡമിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൾച്ചറൽ സ്റ്റഡീസിലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക്കായ കൾച്ചർ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ടേമാണ്. അപ്പോൾ ആദ്യം നമുക്ക് എത്രത്തോളം ഈ ഒരു പാർട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻസ് മുൻ വർഷങ്ങളിൽ വന്നിട്ടുണ്ടെന്ന് നോക്കാം. റീസെൻ്റ് ആയിട്ട് അവർ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ഏരിയ ആണ്. നിങ്ങൾക്കറിയാലോ, കൾച്ചറൽ സ്റ്റഡീസും തിയറിയും ഒക്കെ ഇപ്പോൾ കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസിൽ കാണുന്നുണ്ട്. അപ്പോൾ കൾച്ചർ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ടേമും അതിൻ്റെ പ്രൊപ്പോണൻസും ഫ്രാങ്ക്ഫർട്ട് സ്കൂളിനെയും ഒക്കെ പറ്റിയിട്ട് മുൻ വർഷങ്ങളിൽ ധാരാളമായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് ജൂൺ 2020 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാപ്ചേഴ്സ് ആക്യുറേറ്റ്ലി ദ വ്യൂ ഓഫ് ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ ഓഫ് ക്രിട്ടിക്കൽ തിയറി? ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ നമുക്ക് ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ മുന്നോട്ട് വെച്ച ആശയങ്ങൾ എന്തൊക്കെയാണ്, എന്തിൻ്റെ പുറകെയാണ് അവർ നിന്നിട്ടുള്ളത്, അതിൻ്റെ പ്രൊപ്പോണൻസ് ആയിരിക്കുക എന്നൊക്കെയുള്ള കാര്യത്തിൽ കൃത്യമായ ധാരണ ആവശ്യമുണ്ട്. എന്നാൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഒരെണ്ണം മാത്രം പിക്ക് ഔട്ട് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് വളരെ ക്ലാരിറ്റി ആ ടോപ്പിക്കിലുണ്ടെങ്കിൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റൂ. നെക്സ്റ്റ്, ഡിസംബർ 2023 ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് അസേർഷൻസ് ആർ നോട്ട് ട്രൂ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് കൾച്ചർ ഇൻഡസ്ട്രി? ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിലും നമുക്ക് വളരെയധികം ക്ലാരിറ്റി ഈ ടോപ്പിക്കിൽ ആവശ്യമുണ്ട്. എന്നാൽ മാത്രമേ ഏതൊക്കെയാണ് കൾച്ചർ ഇൻഡസ്ട്രിയുമായിട്ട് ചേർന്ന് നിൽക്കാത്ത ആശയങ്ങൾ എന്ന് ഇതിന് പിക്ക് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ അടുത്ത ക്വസ്റ്റ്യൻ ജൂൺ 2024 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു റീസെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ദ ഫോളോയിങ്ങിൽ വന്നിട്ടുള്ളതാണ്. കൾച്ചർ ഇൻഡസ്ട്രിയുടെ പ്രൊപ്പോണൻസ് ആരൊക്കെയാണ് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിച്ചതാണ്. അതേഴ്സ് ആർ ഓൾസോ ഫ്രം ലിറ്റററി തിയറി. അപ്പോൾ ഇതിലും നല്ല ടെക്സ്റ്റിനെ പറ്റിയും ഓരോ ആശയങ്ങളെ പറ്റിയും നല്ല ധാരണയുണ്ടെങ്കിൽ മാത്രമേ ഈ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പറ്റൂ. ഇനി നമുക്ക് എന്താണ് കൾച്ചർ ഇൻഡസ്ട്രി എന്ന് നോക്കാം. കൾച്ചർ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തിട്ടുള്ളത് ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ ഫിലോസഫേഴ്സ് ആയിട്ടുള്ള തിയോഡോ അഡോണോ ആൻഡ് മാക്സ് ഹോക്കൈമർ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് പേരാണ്. ഇവരുടെ കൾച്ചർ ഇൻഡസ്ട്രി എൻലൈറ്റൻമെൻറ്റ് ആസ് മാസ് ഡിസെപ്ഷൻ എന്ന് പറയുന്ന 1947 ഇറക്കിയ പുസ്തകത്തിലെ ഒരു പർട്ടിക്കുലർ ചാപ്റ്ററിലാണ് ഈ കൾച്ചർ ഇൻഡസ്ട്രീനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് അവർ പറഞ്ഞിട്ടുള്ളത്. കൾച്ചർ ഇൻഡസ്ട്രി ഓർ പോപ്പുലർ കൾച്ചർ, മാസ് മീഡിയ, ഇതൊക്കെ ഇതിന് പറയുന്ന ടേംസ് ആണ്. ഈ കൾച്ചർ ഇൻഡസ്ട്രി എൻലൈറ്റൻമെൻറ്റ് ആസ് മാസ് ഡിസെപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റിലെ ഡയലക്റ്റിക് ഓഫ് എൻലൈറ്റൻമെൻറ്റ് എന്ന് പറയുന്ന പർട്ടിക്കുലർ ചാപ്റ്ററിലാണ് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ചെയ്തിട്ട് പറയുന്നത്. അപ്പോൾ കൾച്ചർ ഇൻഡസ്ട്രീനെ പറ്റി പറയുമ്പം നമുക്ക് ആദ്യം കുറച്ച് കാലങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ചധികം വർഷങ്ങളായിട്ട് നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള കൾച്ചറൽ ചേഞ്ചിനെ പറ്റി പറഞ്ഞ് തുടങ്ങാം. ഒരു ഏറ്റവും ചെറിയ ഉദാഹരണം, നമ്മൾ ഒരു ഈവനിങ്സ് ഓർ എനി ടൈം നമ്മളൊരു ഭക്ഷണം കഴിക്കാൻ ഒരു റെസ്റ്റോറൻറ്റ് തിരഞ്ഞെടുക്കുമ്പോൾ എന്താണ് നമ്മളിപ്പോൾ ആദ്യം നോക്കുന്നത്? അവിടുത്തെ ഭക്ഷണത്തിൻ്റെ മെനു ഓർ ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ടേസ്റ്റ് എന്നതിലുപരി ദർ ആർ മെനി അതർ ഫാക്ടേഴ്സ് ദാറ്റ് വി ലുക്ക് ഫോർ. അപ്പോൾ അതെന്തൊക്കെയാണ്? നിങ്ങൾ ഒരു ഫ്രണ്ട്സിൻ്റെ കൂടെയോ ഫാമിലിയുടെ കൂടെയോ ഹാങ് ഔട്ട് ചെയ്യുമ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് ചൂസ് ചെയ്യുമ്പം ഈ ഫുഡിൻ്റെ ക്വാളിറ്റിയിലുപരി നമ്മൾ വേറെ എന്തൊക്കെ നോക്കും? ആ റെസ്റ്റോറൻറ്റിൻ്റെ മൊത്തത്തിലുള്ള ലുക്ക് എങ്ങനെയാണെന്ന് നോക്കും, അവിടുത്തെ ലൈറ്റിംഗ് എങ്ങനെയാണെന്ന് നോക്കും. എസ്പെഷ്യലി ഒരു യെല്ലോ ലൈറ്റിംഗ് ഒക്കെയുള്ള റെസ്റ്റോറൻ്റ് ആണെങ്കിൽ നമുക്ക് കുറച്ച് ഇഷ്ടം കൂടുതലുണ്ട്. പിന്നെ അവിടുത്തെ ടേബിൾസ്, ചെയർസിൻ്റെ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കും. അവിടെ കൃത്യമായൊരു ഡിസ്പാരിറ്റി ഉണ്ട്. അത് സാധാരണ രീതിയിൽ ചെയർസ് അറേഞ്ച് ചെയ്തിട്ടുള്ള റെസ്റ്റോറൻറ്റ്സും ഉണ്ട്, കുറച്ചൊരു ലക്ഷറി സെറ്റപ്പിൽ ചെയർസ് അറേഞ്ച് ചെയ്തിട്ടുള്ള റെസ്റ്റോറൻറ്റ്സും ഉണ്ട്. പിന്നെ പ്ലേറ്റിൻ്റെ സെറ്റിങ്സ് എങ്ങനെയാണെന്ന് നോക്കും, എന്ത് തരത്തിലുള്ള പ്ലേറ്റ്സ് ആണ് അവിടെ കൊടുക്കുന്നതെന്ന് നോക്കും, അവിടുത്തെ വാഷ്റൂമിൻ്റെ ഏരിയ എങ്ങനെയാണെന്ന് നോക്കും. അപ്പോൾ ഒരു ഭക്ഷണം കഴിക്കുക എന്ന ആവശ്യത്തിന് വേണ്ടി നമ്മൾ പോകുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ ഭക്ഷണത്തെക്കാളുപരി നമ്മൾ നോക്കുന്ന ഒരുപാട് ഫാക്ടേഴ്സ് അവിടെ വരികയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത്തരം ഫാക്ടേഴ്സ് വരുന്നത്? ഇത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ്, ഭക്ഷണത്തിൻ്റെ കാര്യം മാത്രം. ഇതല്ലാതെ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സാധനത്തിലും ഈ ഒരു കൾച്ചറൽ ചേഞ്ച് ബാധകമാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാച്ച്, നമ്മൾ ഉപയോഗിക്കുന്നൊരു വാഹനം, അതായത് എനിത്തിങ്, കാർ, ബൈക്ക് ഓർ എനിത്തിങ്, നമ്മൾ യൂസ് ചെയ്യുന്നൊരു ചെരുപ്പ്, അതുപോലെ എന്തോ ആയിക്കോട്ടെ, എല്ലാ കാര്യത്തിനും ദർ ആർ പർട്ടിക്കുലർ സ്റ്റാൻഡേർഡ്സ്. അതിന് പുറകെയാണ് നമ്മൾ പോകുന്നത്. ഇന്ന കാറ്റഗറിയിൽ വരുന്നതാണെങ്കിലേ നമുക്കത് വേണ്ടൂ. അതിൻ്റെ ക്വാളിറ്റിക്കോ അതിൻ്റെ യൂസിനോ പുറമെ ദർ ആർ സം അതർ ഫാക്ടേഴ്സ്. അപ്പോൾ ഇതെങ്ങനെയാണ് വരുന്നത് എന്നാണ്, ഇതെന്തുകൊണ്ട് വരുന്നു, എങ്ങനെ വന്നു, എന്താണ് ഇതിന് കാരണം എന്നാണ് തിയോഡോ അഡോണോയും മാക്സ് ഹോക്കൈമറും നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ അതെന്താ നോക്കാം. കൾച്ചർ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ those goods and services in the society which are now being produced and distributed not as product but as a symbol.
ഇപ്പോൾ കൾച്ചർ ഇൻഡസ്ട്രി എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വളരെ സാധാരണമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ വളരെ സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ അവൻ ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ ആവശ്യമുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഒരു പ്രോഡക്റ്റ് കൊടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ഒരു 50 വർഷം അല്ലെങ്കിൽ ഒരു 40-30 വർഷം മുമ്പേ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈവനിങ്സിലൊന്നും ഒരു മോൾസ് ഇല്ലായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ. ഇപ്പോൾ ധാരാളമായിട്ട് ഒരു ഈവനിങ്സിൽ മോൾസിലൊക്കെ ഹാങ് ഔട്ട് ചെയ്യാൻ പോകുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. അപ്പോൾ ഈ അക്കോർഡിംഗ് ടു അഡോണോ ആൻഡ് ഹോക്കൈമർ, ഇതൊക്കെ ക്യാപിറ്റലിസം നമ്മുടെ ഉള്ളിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു നീഡാണ്. ശരിക്കും ആ നീഡ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹാങ് ഔട്ട് ചെയ്യാൻ വേറെ എത്ര പ്ലേസസ് ഉണ്ട്, എത്ര പബ്ലിക് പ്ലേസസ് ഉണ്ട്, പക്ഷേ വി വോണ്ട് ടു ഗോ ടു ദ മോൾസ്. അപ്പോൾ ഇങ്ങനെയൊരു പ്രവണത ക്യാപിറ്റലിസം മനുഷ്യൻ്റെ ഉള്ളിൽ ഉണ്ടാക്കുന്നതാണ് എന്നതാണ് കൾച്ചർ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ ടേമിലൂടെ എഡോണോയും ഹോക്കൈമറും പറയുന്നത്. അതർ ദാൻ മോൾസ്, വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് കുറച്ചും കൂടെ റിലേറ്റബിൾ ആയിട്ടുള്ളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ലിപ് ബാംസ് ഒരു നിയർ പാസ്റ്റിലൊന്നും അധികം ആരും യൂസ് ചെയ്തിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ലിപ് ബാം ഇല്ലാത്തൊരു ഡേ പോലും നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഇത് ശരിക്കും ആവശ്യമുള്ളൊരു കാര്യമാണോ? അങ്ങനെ ചിന്തിച്ചാൽ ദർ ആർ മെനി തിങ്സ് ദാറ്റ് വി റിയലി ഡോണ്ട് നീഡ് ഇൻ അവർ ലൈഫ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെ നമ്മുടെ ഉള്ളിൽ ശരിക്കും നമുക്ക് ഇതില്ലാണ്ട് പറ്റില്ല എന്നുള്ളൊരു ഡിസയർ ജനിപ്പിക്കുകയാണ് ക്യാപിറ്റലിസ്റ്റ് കൾച്ചർ ചെയ്യുന്നത്. എന്നിട്ട് ആ ഡിസയറിനെ ഒരു കോൺസ്റ്റൻറ്റ് നീഡാക്കി മാറ്റുകയാണ്. ശരിക്കും നമുക്ക് ദൈനംദിന ജീവിതത്തിൽ ആവശ്യമില്ലാത്തൊരു കാര്യമായിരിക്കും, പക്ഷെ അതില്ലാതെ പറ്റില്ല എന്ന് ആക്കി തീർക്കുകയാണ്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ മോൾസിൻ്റെ എക്സാമ്പിളും വാച്ചിൻ്റെ എക്സാമ്പിളും കാറിൻ്റെ എക്സാമ്പിളും ഒക്കെ അതിന് ഉദാഹരണമാണ്. നമുക്ക് 1000 രൂപയ്ക്കോ അതിന് താഴെയോ ഒക്കെയുള്ള ഒരുപാട് വാച്ച് ബ്രാൻഡ്സ് കിട്ടും. വാച്ചിൻ്റെ ആവശ്യം എന്താണ്? സമയം നോക്കുക എന്നുള്ളതാണ്. പക്ഷെ അതിലുപരി ഈ ക്യാപിറ്റലിസ്റ്റ് കൺസ്യൂമറിസത്തിൻ്റെ ഭാഗമായിട്ട് സമയം നോക്കുക എന്നതിലുപരി ഈ ഒരു പർട്ടിക്കുലർ ബ്രാൻഡിൻ്റെ വാച്ച് ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങളൊരു പർട്ടിക്കുലർ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ആളുകളാണ്. നിങ്ങളുടെ സ്റ്റേറ്റസ് സിമ്പിളായിട്ട് ഈ പ്രോഡക്റ്റ്സ് മാറുകയാണ്. ജസ്റ്റ് അതിൻ്റെ യൂസിന് വേണ്ടി മാത്രമല്ല, പക്ഷേ ദീസ് പ്രോഡക്റ്റ്സ് വർക്ക് ആസ് സിമ്പിൾസ്. അതാണ് ഈ കൾച്ചർ ഇൻഡസ്ട്രി പറഞ്ഞു വയ്ക്കുന്നത്. These cultural products are not only meant for profit but also produce consumers that are adapted to the needs of the capitalist system. അപ്പോൾ ഈ ഒരു സിസ്റ്റം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ പ്രോഡക്റ്റ്സ് മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന പ്രോഡക്റ്റ്സ് മാത്രമല്ല, നമ്മുടെ എക്സ്പീരിയൻസ് ആണ് അവർ കമോഡിഫൈ ചെയ്യുന്നത്. അതിനെയാണ് അവർ ഒരു കമോഡിറ്റി ആയിട്ട് മാറ്റുന്നത്. അതാണ് കൾച്ചർ ഇൻഡസ്ട്രിയിലൂടെ ഉദ്ദേശിക്കുന്നത്. ആ ഇൻഡസ്ട്രിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ആർ നോട്ട് മിയർ പ്രോഡക്ട്സ് ബട്ട് നമ്മുടെ എക്സ്പീരിയൻസസ് ആൻഡ് നമ്മൾ തന്നെയാണ് അവിടെ പ്രോഡക്റ്റ് ആവുന്നത്. കൺസ്യൂമേഴ്സിനെ തന്നെയാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആദ്യം അവരൊരു ഡിസയർ ക്രിയേറ്റ് ചെയ്യുന്നു, എന്നിട്ട് ആ ഡിസയറിനെ ഒരു കോൺസ്റ്റൻറ്റ് നീഡാക്കി മാറ്റുന്നു. പിന്നെ അതില്ലാണ്ട് പറ്റില്ല എന്നൊരു ടെൻഡൻസിയാണ് ഉണ്ടാക്കുന്നത്. അതിനൊരു കോൺസ്റ്റൻറ്റ് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് കൾച്ചർ ഇൻഡസ്ട്രി. അപ്പം എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ ഈ ഡിസയർ ഉണ്ടാവുന്നത്? എങ്ങനെയാണ് ഒരു ദിവസം പെട്ടെന്ന് നമുക്കിത് വേണം അത് വേണം എന്ന് തോന്നുകയല്ലല്ലോ. നമ്മൾ നിരന്തരമായിട്ട് ലൈഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിട്ടാണ് ഇത് തോന്നുന്നത്. എന്തൊക്കെയാണ് ആ ആക്ടിവിറ്റീസ്? മീഡിയയ്ക്കാണ് ഇതിൽ വലിയൊരു ക്യാപിറ്റലിസ്റ്റ് കൾച്ചറിൽ വലിയൊരു പങ്കുള്ളത്. എസ്പെഷ്യലി ഇങ്ങനത്തെ ഡിസയർ ഉള്ളിൽ ജനിപ്പിക്കുന്നതിൽ നിങ്ങൾ നിരന്തരം കടന്നു പോകുന്ന ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മീഡിയാസ് ആണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇൻഫ്ലുവൻസ് ഓഫ് മാസ് മീഡിയ ആണ് എഡോണോ ആൻഡ് ഹോക്കൈമർ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ റീസൺ ആയിട്ട് പറയുന്നത്. മീഡിയാസ് ലൈക്ക് TV, റേഡിയോ ന്യൂസ് പേപ്പർ ഒക്കെ കുറവായിരിക്കും കമ്പാരിറ്റീവ്ലി. TV സീരിയൽസ്, ഫിലിംസ്, സീരീസ് എന്ത് വേണേ ആയിക്കോട്ടെ. ആൻഡ് ദെൻ ഓഫ് കോഴ്സ് സോഷ്യൽ മീഡിയ, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് അതുപോലെയുള്ള സോഷ്യൽ മീഡിയാസ്. ഇതൊക്കെ നിങ്ങളെ ഇൻ എ വേ ഇൻഫ്ലുവൻസ് ചെയ്യാണ്. ഒരു സെലിബ്രിറ്റി എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് യൂസ് ചെയ്തൊരു പരസ്യം ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അത് തന്നെ കണ്ട് നിങ്ങൾക്കും അത് വേണം തോന്നുകയാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു സീരീസ് ഓർ എനി മൂവി നിങ്ങൾ വളരെ ഇഷ്ടപ്പെട്ട് കാണുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ കോൺസ്റ്റൻ്റ് ആയിട്ട് അതിനോട് ഉള്ളൊരു അഫിനിറ്റി നിങ്ങളുടെ മനസ്സിൽ അതുപോലെയുള്ളൊരു ലൈഫ് സ്റ്റൈൽ വേണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മുടെ പുതിയൊരു വീട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ ഡെക്കോർ ചെയ്യില്ലേ, ഒരു ഇൻറ്റീരിയർ ഡിസൈനിങ് ഒക്കെ ചെയ്യുമ്പം നമ്മുടെ മനസ്സിലുള്ള മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു മീഡിയയിൽ കണ്ടിട്ടുള്ള നമ്മളെ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു മോഡലായിരിക്കും. ഫോർ എക്സാമ്പിൾ, അതിൻ്റെ ഫേർണിച്ചർ ആയാലും എന്ത് തന്നെയായാലും നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു സാധനം നമ്മൾ കണ്ടു മറന്ന ഇങ്ങനത്തെ എന്തെങ്കിലും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത ത്രൂ മീഡിയ ഇൻഫ്ലുവൻസ് ചെയ്ത എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും. ഇത് തന്നെയാണ് ഈ TV സീരിയൽസ് വാച്ച് ചെയ്യുന്ന ആളുകളിലും സംഭവിക്കുന്നത്.
നിരന്തരമായിട്ട് ഈ സീരിയൽസിലുള്ള ഈ ഒരു എക്സ്ട്രാവാഗൻറ്റ് ലൈഫ്, ആ ഒരു ലക്ഷറി കാണുമ്പം നമ്മൾക്കും അത് വേണം എന്നുള്ളൊരു ഡിസയർ ഇൻഹെറൻ്റ്ലി ഉണ്ടാവുകയാണ്. അത് ബോധപൂർവം ഉണ്ടാവുന്നതല്ല, പക്ഷെ ഗ്രാജ്വലി നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ഡിസയർ സംഭവിക്കുകയാണ്. അത് തനിക്കും കൂടെ വേണം, അങ്ങനെ ഉണ്ടെങ്കിൽ നല്ലതാണല്ലോ എന്നുള്ളൊരു ഡിസയർ ഉണ്ടാകുന്നതാണ് ഈ കൾച്ചർ ഇൻഡസ്ട്രി. അതുകൊണ്ട് ഇത് ജനിപ്പിക്കുന്നതിൽ മാസ് മീഡിയയ്ക്കുള്ള പങ്ക് വളരെ വലുതാണ്, അല്ലെങ്കിൽ മാസ് മീഡിയ ആണ് മെയിൻലി ഇങ്ങനൊരു കാര്യം സംഭവിപ്പിക്കുന്നത് എന്നാണ് അഡോണോ ആൻഡ് ഹോക്ക്ഹൈമർ പറയുന്നത്. ഇതിന് വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ടി വിയിൽ ഒരു പ്രത്യേക ഒരു ബ്രാൻഡഡ് സലൂണിൻ്റെ പരസ്യം കാണാണ്. അപ്പോൾ സലൂണിൽ പോകുന്നത് എന്തിനാ? നിരന്തരമായ എന്തെങ്കിലും ഒരു സർവീസ് എടുക്കാനാണ്. അപ്പോൾ നമ്മൾ ഈ ടി വിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ കാണുന്നൊരു പ്രത്യേക ഒരു സെലിബ്രിറ്റി വന്ന് പറയുന്ന ഏതെങ്കിലും ഒരു സലൂണിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കാണുമ്പം നിങ്ങൾക്ക് അവിടുന്ന് ചെയ്താലാണ് നല്ലത്, അല്ലെങ്കിൽ അതൊരു സിമ്പിളായിട്ട് വർക്ക് ചെയ്യാണ്. ഈ ഒരു പർട്ടിക്കുലർ സലൂണിൽ പോകുന്നതാണ് നിങ്ങളുടെ സ്റ്റേറ്റസ് സിമ്പിൾ എന്നുള്ളൊരു കാര്യം നിങ്ങളുടെ മനസ്സിൽ വർക്ക് ചെയ്യാണ്. പക്ഷെ നമ്മൾ അവിടെ പോയി എടുക്കുന്ന സർവീസ് അതിൻ്റെ എത്രയോ കുറഞ്ഞ പൈസയിൽ വേറെ ഒരു ഓൾട്ടർനേറ്റ് സർവീസ് ഒരു സാധാരണ കടയിൽ അവൈലബിൾ ആയിരിക്കും. പക്ഷെ യു ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് ദാറ്റ്. നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ബ്രാൻഡഡ് സലൂണിലുള്ളത് മാത്രം മതി. അനദർ എക്സാമ്പിൾ ഇസ് ദാറ്റ് ഓഫ് എ ഹൈപ്പർ മാർക്കറ്റ്. ഹൈപ്പർ മാർക്കറ്റിൽ പോകുന്നത് എന്തിനാണ്? നമുക്ക് ഗ്രോസറി ഓർ എനിത്തിങ് വാങ്ങിക്കാനാണ്. അപ്പോൾ ഈ ഹൈപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന ഈ സെയിം സാധനം പുറത്ത് ഒരു സാധാരണ കടയിലും അവൈലബിൾ ആണ്. പക്ഷേ വി ചൂസ് ടു ഗോ ടു ഹൈപ്പർ മാർക്കറ്റ്സ് ഓ ദോസ് ബ്രാൻഡഡ് ലേബിൾസ്. അപ്പോൾ ആ ലേബലിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും അവിടെ പോകുന്നതൊരു സ്റ്റേറ്റസ് സിമ്പിൾ ആകുന്നത് കൊണ്ട് ആ സിമ്പിളിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും പൈസ ചിലവാക്കുന്നത് ഓർ ചിലവാക്കിപ്പിക്കുന്നത് ഈ ക്യാപിറ്റലിസം. സോ കിട്ടുന്ന കാര്യം എന്താ? സെയിം ആണ്. പക്ഷേ നമുക്കത് വേണ്ട, നമുക്ക് ഈ ബ്രാൻഡഡ് ഓർ ഈ ലേബിൾസ് മതി. നമുക്ക് ആ സിമ്പിളിൻ്റെ ഭാഗമാണ്, നമ്മളൊക്കെ ആ സ്റ്റേറ്റസിൻ്റെ ഭാഗമാവണം. അതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. സോ അനദർ എക്സാമ്പിൾ, ഇനി ഞാൻ എക്സാമ്പിൾസ് പറയുന്നില്ല. ലാസ്റ്റ് എക്സാമ്പിൾ ഇസ് കുറച്ചുകൂടെ റിലേറ്റബിൾ ആയിട്ടുള്ളത് ഇസ് ദാറ്റ് ഓഫ് എനി ഡ്രസ്സ്. നിങ്ങളൊരു ഡ്രസ്സ് വാങ്ങുമ്പം ഡ്രസ്സിൻ്റെ ഉപയോഗം എന്താണ് എന്നുള്ളതിലുപരി നമുക്ക് ആ ഒരു പ്രത്യേക ബ്രാൻഡിലുള്ള ഡ്രസ്സ് വാങ്ങണം എന്ന് പറയുന്നതാണ് കൾച്ചർ ഇൻഡസ്ട്രി നിങ്ങളിൽ എത്രമാത്രം ഡീപ്പായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ചെറിയ ഉദാഹരണം. നമുക്ക് ഒരു 1000 രൂപയിൽ താഴെയുള്ള ഡ്രസ്സ് വാങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലും നിങ്ങൾക്ക് H&M, സാറ പോലെയുള്ള ബ്രാൻഡ്സിൻ്റെ ഡ്രസ്സ് തന്നെ വേണം എന്നുള്ളൊരാഗ്രഹമാണ് കൾച്ചർ ഇൻഡസ്ട്രി നിങ്ങളുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ ഏറ്റവും ചെറിയ ഉദാഹരണം. അപ്പോൾ കൾച്ചർ ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കുന്നത് പ്രോഡക്ട്സ് അല്ല, നിങ്ങൾ തന്നെയാണ് പ്രോഡക്ട്സ്. കൺസ്യൂമേഴ്സ് ഇറ്റ്സെൽഫ് ആർ ദ പ്രോഡക്ട്സ്. അതാണ് തിയോഡോർ അഡോണോയും മാക്സ് ഹോക്ക്ഹൈമറും ഇതിലൂടെ പറഞ്ഞു വയ്ക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യം കാണിച്ച ക്വസ്റ്റ്യൻസ് ഒന്നും കൂടെ നോക്കാം. Which of the following captures accurately the view of Frankfurt School of Critical Theory? June 2020 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. The options are: the culture industry is still in the air, mass audiences' capacity to question and transform. The culture industries engender passivity and conformity among their mass audiences. Power and culture are two distinct modes of social articulation separate from each other. The analysis of culture should be divorced from politics and power relations. ഇനി നമുക്ക് ഓരോ ഓപ്ഷൻസും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കൾച്ചർ ഇൻഡസ്ട്രി മാസ് ഓഡിയൻസിനെ ക്വസ്റ്റ്യൻ ചെയ്യാനും ട്രാൻസ്ഫോം ചെയ്യാനും പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. മാസ് ഓഡിയൻസിനെ വളരെ പാസീവായിട്ട് നിർത്തി അവരെ കൺസ്യൂമേഴ്സ് ആക്കുന്ന ഒരു രീതിയാണ് കൾച്ചർ ഇൻഡസ്ട്രി. ഇനി നമുക്ക് തേർഡ് ഓപ്ഷൻ നോക്കാം. Power and culture are two distinct modes of social articulation separate from each other. അതാണോ അഡോണോ ആൻഡ് ഹോക്ക്ഹൈമർ പറയുന്നത്? പവറും കൾച്ചറും ഒരുമിച്ച് വർക്ക് ചെയ്ത് നമുക്ക് തന്നെ ഒരു ഡിസ്റ്റിങ്ഷൻ മനസ്സിലാവാത്ത രീതിയിൽ നമ്മളിൽ മാറ്റം വരുത്തുന്നു എന്നാണ് പറയുന്നത്. And the analysis of culture should be divorced from politics and power relations. Again, നേരത്തെ പറഞ്ഞതിനോട് സിമിലർ ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെയല്ല, ഇതൊക്കെ ഒരു പൊളിറ്റിക്കൽ ആൻഡ് പവർ റിലേഷൻസ് കൊണ്ട് സംഭവിക്കുന്ന കാര്യമാണ്. അത് കൾച്ചറിൽ എത്രത്തോളം ഇമ്പാക്റ്റ് ചെയ്യുന്നു എന്നുള്ളതിനുള്ള ഒരു ഉദാഹരണമാണ് കൾച്ചർ ഇൻഡസ്ട്രി. ഇനി സെക്കൻഡ് ഓപ്ഷൻ നോക്കാം. ദ കൾച്ചർ ഇൻഡസ്ട്രീസ് എൻജെൻഡർ പാസിവിറ്റി ആൻഡ് കൺഫേമിറ്റി എമംഗ് ദെയർ മാസ് ഓഡിയൻസസ്. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളിലൊരു ഡിസയർ ജനിപ്പിക്കുകയാണ് കൾച്ചർ ഇൻഡസ്ട്രി ചെയ്യുന്നത്. ദാറ്റ് ഈസ് വാട്ട് അഡോണോ ആൻഡ് ഹോക്ക്ഹൈമർ സേസ്.
സോ ഈ ക്വസ്റ്റ്യൻ ആൻസർ ഏതായിരിക്കും? ദാറ്റ് വിൽ ബി ആൻസർ ബി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ്, ഇത് ഡിസംബർ 2023 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് അസേഷൻസ് ഈസ് ഓർ ആർ നോട്ട് ട്രൂ? ശ്രദ്ധിക്കണേ, നോട്ട് ട്രൂ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് culture industry. Options are: the term culture industry was used by the Frankfurt School to describe the operations of mass media. The dominant capitalist class instills its values and beliefs in the minds of the working class people. The word industry signifies the production of cultural products for mass consumption. The authentic culture arising from the working class is preserved and protected. The mass culture thus produced induces activism and critical thinking among the youth. അപ്പോൾ നിങ്ങൾക്ക് ഏതാ തോന്നുന്നത്? ആദ്യം വായിച്ച 3 ഓപ്ഷൻസും കൾച്ചർ ഇൻഡസ്ട്രി എന്താണെന്ന് പറയുന്ന ഓപ്ഷൻസ് ആണ്, അല്ലെങ്കിൽ റൈറ്റ് ഓപ്ഷൻസ് ആണ്. നോട്ട് ട്രൂ ആണ് ചോദിച്ചിരുന്നത്. കൾച്ചർ ഇൻഡസ്ട്രിയിനോട് ചേർന്ന് നിൽക്കാത്ത ഓപ്ഷൻസ് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ദാറ്റ് വിൽ ബി ഡി ആൻഡ് ഇ. ഡി ആൻഡ് ഇ വരുമ്പോൾ ദാറ്റ് വിൽ ബി ഓപ്ഷൻ ഡി. സോ ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ ഡി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇത് റീസെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് ഇയർ ജൂണിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ദ ഫോളോയിങ് ആണ്. ഇത് മൊത്തം ലിറ്റററി തിയറിന്നും കൂടെ വരുന്നുണ്ട്. സോ കൾച്ചർ ഇൻഡസ്ട്രി, ആങ്സൈറ്റി ഓഫ് ഇൻഫ്ലുവൻസ്, കൾച്ചറൽ മെറ്റീരിയലിസം ആൻഡ് ഡയലോജിസം, ഇതിൻ്റെ പ്രൊപ്പോണൻസുമായിട്ട് മാച്ച് ചെയ്യാനാണ്. റെയ്മണ്ട് വില്യംസ്, അഡോണോ ആൻഡ് ഹോക്ക്ഹൈമർ, മിഖായിൽ ബക്തൻ ആൻഡ് ഹാരൾഡ് ബ്ലൂം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ ആൻസർ മാത്രം കിട്ടിയാൽ ഈ ക്വസ്റ്റ്യൻ ശരിയാക്കുക. അങ്ങനെയാണ് ഓപ്ഷൻസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൾച്ചർ ഇൻഡസ്ട്രി, അഡോണോ ആൻഡ് ഹോക്ക്ഹൈമർ ആണെന്ന് അറിയുന്നത് കൊണ്ട് മാത്രം ഈ ക്വസ്റ്റ്യൻ ശരിയാവാണ്. അപ്പോൾ ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ വിൽ ബി A2, B4, C1 and D3. That is answer C. സോ ഒരു ചെറിയ ടേമാണ്, പക്ഷേ വളരെ റെലവൻ്റ് ആയിട്ടുള്ള ടേമാണ്. ഇന്നത്തെ സമൂഹത്തിലായാലും ഇനി ഫ്യൂച്ചറിലായാലും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു ടേമാണ്. ദാറ്റ് ഈസ് കൾച്ചർ ഇൻഡസ്ട്രി. ഇത് പഠിച്ചതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ എത്ര ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റി? ഇത് മാത്രമല്ല, ഇതിൻ്റെ കൂടെ സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഈ സെയിം ഇയേഴ്സിൽ തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ റെപ്പറ്റീഷൻ വേണ്ടാന്ന് വെച്ചിട്ട് ആ ക്വസ്റ്റ്യൻസ് ഒഴിവാക്കിയതാണ്. അപ്പോൾ ഇത് പഠിക്കുക. കൾച്ചർ ഇൻഡസ്ട്രി ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടേം ഇൻ കൾച്ചറൽ സ്റ്റഡീസ്. നിങ്ങൾക്ക് ഇനിയും എക്സാംസിന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം. സോ ദാറ്റ്സ് ഇറ്റ് അബൌട്ട് കൾച്ചറൽ ഇൻഡസ്ട്രി. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.